നമസ്കാരം. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാർ രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉന്നത നേതാക്കളെ കണ്ടതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേരളത്തിലെ പിണറായി സർക്കാർ. സംസ്ഥാന DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോപണം ഉന്നയിച്ച് 21 ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിൽ DGPക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ADGPക്കൊപ്പം RSS ഉന്നതരെ കണ്ടവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അജിത് കുമാറിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജയകുമാറിന് പോലീസ് നോട്ടീസും നൽകി. DGPയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച അന്വേഷണം പൂർത്തിയായ ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇതോടെ ഇതിന് മാറ്റം വന്നിരിക്കുകയാണ്. CPI അടക്കമുള്ള ഘടകകക്ഷികൾ ADGPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നെങ്കിലും ഇത് സംബന്ധിച്ച് സർക്കാരും CPMഉം മൗനം പാലിച്ചു വരികയായിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ അജിത് കുമാർ കൂടിക്കാഴ്ച കാര്യം സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെയും മറ്റൊരു ദേശീയ നേതാവായ റാം മാധവിനെയുമാണ് ADGP കാണുന്നത്. ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. 2023 മെയ് 2-ന് തൃശൂരിൽ വെച്ചായിരുന്നു ഹൊസബളയുമായി കൂടിക്കാഴ്ച നടന്നത്. പാറമേക്കാവ് വിദ്യാമന്ദിരത്തിൽ നടന്ന RSS ക്യാമ്പിനിടയിൽ ഹയാത്ത് ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഈ വിവരം ആദ്യം പുറത്തുവിടുന്നത്. RSS ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയ RSS നേതാവ് റാം മാധവുമായി കോവളത്തെ ഹോട്ടലിൽ വെച്ച് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ വിവരവും തുടർന്ന് പുറത്തു വരികയായിരുന്നു. അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുക്കും മുൻപ് സർക്കാർ നിയമോപദേശവും തേടി. കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായം സർക്കാർ ആരാഞ്ഞിരിക്കുന്നത്. DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സർക്കാർ നിയമോപദേശം തേടിയത്. പൂരം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടന്നെന്നും അതിൽ തുടർ അന്വേഷണം വേണമെന്നുമാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കേണ്ട റിപ്പോർട്ട് 5 മാസം വൈകിയാണ് കൈമാറിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിച്ചതിലെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇത് വിശദീകരിക്കുന്ന കത്തും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പൂരം കലക്കിയതാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളെ തുടർന്നായിരുന്നു അന്വേഷണം. പൂരം അലങ്കോലമാക്കിയത് MR അജിത് കുമാറിന്റെ അറിവോടെ പോലീസാണ് എന്ന ഭരണകക്ഷി MLA PV അൻവറിന്റെ ആരോപണം വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രതിപക്ഷവും വിഷയം സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിരുന്നു. നന്ദി.